PR ശിവശങ്കർ, ഈ മലയേറിയ മഹാസഭ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ വേണ്ട വിധത്തിൽ ഇന്നുവരെ പരിഗണിച്ചിട്ടില്ല, നിങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതേയില്ല, എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞതാണ്, അവരെപ്പോലും ചേർത്തു പിടിക്കാതെയാണ് ഇങ്ങ് താഴെ പമ്പയിൽ ശബരിമലയുടെ സംരക്ഷണം എന്ന വ്യാജേന വ്യവസായ സംഗമം നടത്തുന്നത്. ഒരു സംശയമില്ല, ഇവര് മലയേറിയ സമുദായത്തെ മാത്രമല്ല അവിടെ പള്ളി വേട്ട നടത്തുന്ന അല്ലെങ്കിൽ എരുവേലിയിൽ നിന്നും പേട്ട തുള്ളുന്ന സംഘങ്ങളെയോ അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൾച്ചറലിയും റിലീജിയസ്ലിയും ഇൻവോൾവ് ആയിട്ടുള്ള പല സംഘടനകളെയും, അവർക്ക് ചില ജാതി സംഘടനകളുടെ ഉന്നതന്മാരെ സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ താഴേക്കടയിലുള്ള ഇത്തരം പാവപ്പെട്ടവരെ, പട്ടികവർഗ വിഭാഗങ്ങളെ ഈ സംസ്ഥാന സർക്കാർ തഴഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ജാതീയമായി ഇവർക്കുള്ള ഒരു ചിന്തയുടെ ഭാഗമാണ്. ഇപ്പൊ നേരത്തെ ഹസ്കർ തൊടാൻ മടിച്ച ഞാനൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിൽ ദേശീയതയുടെ വികൃത മുഖം എന്ന അധ്യായത്തിലാണ് ഗുരുദേവന്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ട് EMS നമ്പൂതിരിപ്പാട് പുസ്തകം എഴുതിയിട്ടുള്ളത്. EMS നമ്പൂതിരിപ്പാട് എപ്പോഴാണ് ശിവഗിരി മഠത്തിൽ പോയിട്ടുള്ളത്? ഗുരുദേവൻ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ശ്രീനാരായണൻ എന്നൊക്കെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ എന്നൊരിക്കലും പറയില്ലായിരുന്നു. ഇത്തരത്തില് നിങ്ങൾക്ക് ഇത്തരത്തിലെ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസത്തോടുള്ള അനുകൂലമായ നിലപാട് വന്നത് എന്നാണെന്നൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഒരു തർക്കവുമില്ല. ഗുരുദേവനെ ആണിയിലടിച്ച് മറ്റേ യേശുക്രിസ്തുവിനെ പോലെ അടിച്ചു തൂക്കിയ ആളുകൾ കൂടിയാണല്ലോ. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഈ സംസ്ഥാനത്തെ ആഗോള പിൽഗ്രിം കേന്ദ്രത്തിന്റെ ഭാഗമാക്കും ഞങ്ങൾ ഈ ശബരിമല എന്നാണ്. അതിനാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ ശബരിമലയെ കുറിച്ചിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നൽകിയിട്ടുള്ള 2011 മുതലുള്ള വികസനത്തെ അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ട് ശബരിമല മാസ്റ്റർ പ്ലാനെ അട്ടിമറിച്ചതിന്റെ പങ്കാണ് ഞാൻ നേരത്തെ പലകുറി ചൂണ്ടിക്കാണിച്ചത്. അത് ആദ്യത്തെ ജയകുമാറിനെ ആയാലും അതിനുശേഷമുള്ള സിരിജകൻ കമ്മിറ്റി റിപ്പോർട്ടായാലും നിങ്ങൾ തകർത്തു. അതുപോലെ തന്നെ 111 ഏക്കർ സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ശബരിമലയുടെ വികസനത്തിന് ഇപ്പൊ 63 ഏക്കറേ ഉള്ളൂ. അത് കുറ്റിയടിച്ചു കൊടുത്തിട്ട് പോലും 1 സെന്റ് നിങ്ങൾക്ക് തിരിച്ചെടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവിന്റെയും സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡിന്റെയും ചെയർമാൻ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷെ ഈ സ്ഥലങ്ങളൊന്നും തിരിച്ചു കൊടുക്കുവാനോ ഏറ്റെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു നൽകുവാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിലേറെയാണ് ഇവിടുത്തെ അഴിമതികൾ. അപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി ഏതാണ്ട് 2-3 മാസക്കാലം സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനെ എടുത്തുയർത്തുന്ന എത്രയോ കോടി രൂപയാണ് ഈ സംസ്ഥാനത്തേക്ക് ഈ അയ്യപ്പന്റെ ശബരിമല പിൽഗ്രിമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അത്തരം ഒരു വികസന നയം തിരുപ്പതിയൊക്കെ പോയി കാണണം. എത്ര ക്ലീൻ ആണ്, എത്ര കോടി രൂപയാണ് അവർ ആ സംസ്ഥാനത്തേക്ക് ആ പിൽഗ്രിം സെന്ററെ കൊണ്ട് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികസന പദ്ധതിയായിട്ട് പോലും ശബരിമലയെ കാണാതെ ശബരിമല വരുന്ന അയ്യപ്പന്മാരെ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ബസ്സിന് 3 ഇരട്ടിയും 5 ഇരട്ടിയും തുക വാങ്ങിക്കൊണ്ട് അവിടെ പമ്പയിൽ കുളിക്കാൻ വെള്ളമില്ലാതെ അശുദ്ധമാക്കിക്കൊണ്ട് ഏറ്റവും തരം താണ രീതിയിൽ അവരുടെ ബാത്റൂമും അവരുടെ ഫെസിലിറ്റികളും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ